ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭീമൻ മഞ്ജുവിൻ്റെ ജീവൻ എടുക്കാൻ പറയുമ്പോൾ ഡോക്ടർ പറയണേ, ഞാനൊരു ജീവൻ എടുക്കുന്ന ഡ്യൂട്ടിയല്ല എനിക്കുള്ളത്, ജീവൻ കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് എൻ്റേത് എന്നിങ്ങനെ പറയണം കേട്ടോ. ഓരോ രോഗികളെ രക്ഷിക്കേണ്ട ആ ഒരു ഇതാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോവണേ. ഏടോ താൻ എന്താണ് ഇതിനെക്കുറിച്ച് കരുതിയതെന്നൊക്കെ പറഞ്ഞ് അനിത ഡോക്ടർ അങ്ങ് പോകുമ്പോൾ ഉടൻ തന്നെ ഭീമൻ ഈ കുട്ടിയുടെ ജീവൻ ഞാൻ എടുക്കാൻ പോവാണ്. അത് കാണുന്ന എൻ്റെ അനിതമോള്, എൻ്റെ ആരതിമോള് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഓടി വരേട്ടാ. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ വേണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ മഞ്ജുവിനെ കൊല്ലുന്ന ആ വീഡിയോ എനിക്ക് മുന്നിൽ നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ നിങ്ങളുടെ മോൾ നിങ്ങളുടെ വീട്ടിലെത്തും. അതല്ല എങ്കിൽ നിങ്ങളുടെ മകൾ പിന്നീട് ഉണ്ടാവില്ലെന്ന് പറയട്ടോ. ഈ ഭൂമി തന്നെ വിട പറയും. അത് കേൾക്കുന്ന അനിത ഡോക്ടർ പറയണേ, എനിക്കെൻ്റെ മോളെ മതി, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ വഴിക്ക് വാ ഡോക്ടറെ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ ഡോക്ടറുടെ മകൾ രക്ഷപ്പെട്ടു. പിന്നെ എൻ്റെ മകളെപ്പോൾ വിളിക്ക്. ശരി, ഞാൻ വിളിക്കാമെന്ന് പറയണ്ട. അങ്ങനെ ഡോക്ടറുടെ മുന്നിൽ വെച്ച് തന്നെ ഗുണ്ടകൾക്ക് വിളിച്ചിട്ട് പറയണേ, 1 മണിക്കൂറിനുള്ളിൽ വീഡിയോ വന്നിട്ടില്ലെങ്കിൽ ആ കുട്ടിയെ എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറയണേട്ടോ. പിന്നീടാണെങ്കിലോ ഡോക്ടറെ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം കേട്ടോ. മരുന്ന് വെക്കുന്ന ആ ഒരു വീഡിയോയും അതുപോലെ തന്നെ അവൾ മരിച്ചു എന്നുള്ള വീഡിയോ എനിക്ക് മുന്നിൽ കാണിച്ചു തന്നാൽ മാത്രം നിങ്ങളുടെ മകൾ വീട്ടിലുണ്ടായിരിക്കും എന്ന് പറയട്ടോ. പിന്നീട് വിഷക്കുപ്പിയുമായി അനിത ഡോക്ടർ ഇങ്ങനെ മഞ്ജുവിൻ്റെ റൂമിലോട്ട് ചെല്ലാണ്. അങ്ങനെ മോളെ, നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ആ വിഷക്കുപ്പി കയ്യിൽ പിടിച്ചിങ്ങനെ പോകുമ്പോഴാണ് ഗിരിയും മുകുന്ദനും അവിടെ നിൽക്കുന്നത് കേട്ടോ. പക്ഷേ ഡോക്ടർ തിരക്കുകയാണോ? എൻ്റെ മഞ്ജുവിൻ്റെ വിവരം എന്താണെന്ന് എനിക്കറിയണം. മഞ്ജുവിന് എങ്ങനെയുണ്ട്, മഞ്ജു എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറോട് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയണേ, കുഴപ്പമൊന്നുമില്ല, പറയാറായിട്ടില്ല, 24 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വിവരം നൽകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ ഡോക്ടറും മുഖത്തൊരു പരിഭ്രാന്തി ഗിരി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഡോക്ടർ റൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോകുന്നു. പിന്നീട് ഐസിയുവിൽ കയറി ഈ ഇഞ്ചക്ഷൻ സിറിഞ്ചിലോട്ട് കയറ്റുകയാണ്. പിന്നീട് മോളെ, നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നെ കൊന്നേ പറ്റുള്ളൂ. കാരണം എനിക്ക് ഏറ്റവും വലുത് നിൻ്റെ ജീവനാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മകളുടെ ജീവനാണ്. നിന്റെ കുഞ്ഞിനെയും കൊല്ലുന്നത് തെറ്റ് തന്നെയാണ്. രണ്ടാളുടെ ജീവനാണ് ഞാൻ എടുക്കുന്നത്. ഒരു ഡോക്ടർ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷേ എനിക്ക് എൻ്റെ മോളെ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഓണാക്കി ആ സിറിഞ്ചിൽ ആ ഗ്ലൂക്കോസിൽ ആ ഒരു വിഷക്കുപ്പി മരുന്ന് കുത്തിക്കയറ്റാനിട്ട. പിന്നീട് ആ വീഡിയോ ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ് ഭീമന്. എന്നാൽ ഈ സമയം മഞ്ജു ഇങ്ങനെ നോക്കുന്നുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് പുറത്തോട്ട് കിടക്കുമ്പോൾ അവിടെ ഇങ്ങനെ ചുമരിൽ തല ചാച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടാണ് മാനമ്മയും ഈ പറയുന്ന സ്വപ്നയും വരുന്നത്. അപ്പോൾ മാനമ്മ ചോദിക്കുകയാണ്, ഡോക്ടർ എൻ്റെ പേരക്കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, വിവരം പറയാറായിട്ടില്ല. എന്താ ഡോക്ടർക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അങ്ങ് അനിത ഡോക്ടർ പോകുമ്പോൾ, അമ്മേ ഇവർ 1000 പേഷ്യൻറ്റിനെ നോക്കുന്നതാണ്, അവർക്ക് അവരുടേതായ ടെൻഷനുണ്ട്, അനിത ഡോക്ടറുടെ വഴിക്ക് വിടൂ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ഈ ഒരു വാക്കുകൾ കേട്ട് ഡോക്ടറുടെ വഴിക്ക് അങ്ങ് വിട്ടുകൊടുക്കണം കേട്ടോ. ഇതേ സമയം ഭീമനെയാണ് കാണിക്കുന്നത്. ഭീമൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പുറത്തോട്ട് അനിത ഡോക്ടർ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഡോക്ടർ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഭീമൻ ഓടി വരുമ്പോൾ, നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ഞാൻ നിറവേറ്റിയിരിക്കുന്നു, നിങ്ങളെന്നെ കബളിപ്പിക്കണ്ട. മഞ്ജു എന്ന് പറയുന്നവൾ അവൾ ആയുസ് കൂടിയവളാണ്. അവൾ ഒരുപാട് പ്രാവശ്യമാണ് ഞാൻ അവളെ കൊല്ലാൻ നോക്കുന്നത്. പക്ഷെ അവൾ എന്നെ വിദ്യയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തെളിവ് വേണം, വീഡിയോ വേണം. ആ വീഡിയോ തന്നെങ്കിൽ മാത്രം ഞാൻ ഈ പറയുന്ന നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ വീട്ടിലെത്തിക്കുമോ എന്ന് പറയുമ്പോൾ ആ സിറിഞ്ചിൽ ആ മരുന്ന് കയറ്റുന്നതും പിന്നീട് ECGയുടെ ആ ഭാഗം വേരിയേഷൻ വരുന്നതും അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കാണിച്ച് അവിടെ നിന്ന് ഭീമം പറയണേ, നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ മകള് 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് ഗുണ്ടകൾക്ക് വിളിക്കണം കേട്ടോ. അങ്ങനെ ഗുണ്ടകളോട് അത് പറയുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ ഗോപാൽജിക്ക് വിളിക്കുകയാണ്. ഗോപാൽജിയും സഞ്ജയും ശാലിനിയും ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗോപാൽജി ഭീമനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നത്. എന്തായി നിൻ്റെ കാര്യങ്ങൾ, നീ പറഞ്ഞതുപോലെ ചെയ്തോ? യെസ്, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു, അവൾ മരിച്ചു എന്ന് പറയട്ടെ. ഈ സന്തോഷവാർത്ത കേട്ട് സഞ്ജയും ശാലിനിയും പൊട്ടിച്ചിരിക്കുമ്പോൾ, അതെ അവൾ മരിച്ചിരിക്കുന്നു എന്ന് പറയാനായിട്ട് വീണ്ടും നിൻ്റെ വാക്കുകൾ ഒരുപാട് കേട്ടതാണ്. മരിച്ചു എന്ന് പറയുന്ന ആൾ പിന്നീട് ജീവനോടെ വരുന്നതാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ തെളിവുണ്ട്, ഗോപാൽജിയുടെ ഫോണിലോട്ട് ഞാൻ ആ തെളിവ് അയച്ചിട്ടുണ്ട്, ഇപ്പം തന്നെ കണ്ടു നോക്കിയെന്ന് പറയാനിട്ട. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ആ തെളിവ് അയച്ചു കൊടുക്കുകയാണ്. ഗോപാൽജിയും ഈ പറയുന്ന ശാലിനിയും സഞ്ജയും കൂടി ആ വീഡിയോ കാണുമ്പോൾ ഒരുപാട് തവണ അവളെ കൊല്ലാൻ നോക്കി, കയ്യിൽ നിന്ന് വഴുതി മാറിയിട്ടേ ഉള്ളൂ. എന്നാൽ ഇന്നത്തോടുകൂടി അവൾ തീർന്നിരിക്കുന്നു. ഇനി എന്നും ഗിരി എൻ്റെ കൈക്കുള്ളിലായിരിക്കും, ആ ഒരു സമാധാനം എനിക്കുണ്ട് എന്ന് പറയണ്ട. പിന്നീട് ഈ ഒരു കുഞ്ഞിനെയാണ് കാണിക്കുന്നത്. കുഞ്ഞിനെ ഗുണ്ടകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കരച്ചിൽ നിർത്താൻ ശ്രമിക്കുകയാണ്. കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. ആരതി ഭയങ്കരമായിട്ട് കരയാണ്. അപ്പോൾ തന്നെ ഭീമൻ അങ്ങോട്ട് എത്തുകയാണ്. എന്താണ് ഈ കുഞ്ഞിൻ്റെ അവസ്ഥ? ഇതിനെ പോറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. എപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും അതിൻ്റെ വഴിക്ക് വിട്ടേക്ക്, അതിനെ എൻ്റെ വീട്ടിലോട്ട് വിട്ടേക്ക്, എന്നാൽ
കുട്ടി മുട്ടായി എന്നൊക്കെ പറയുമ്പോൾ കുട്ടി മുട്ടായി മേടിച്ച് എറിയാനേട്ടാ. അപ്പോഴേക്കും ആ ഗുണ്ടകൾ അടിക്കാൻ ഒരുങ്ങുമ്പോൾ ഭീമൻ പറയണേ അവളെ തൊടരുത്, ഇവൾ കാരണം എനിക്കിന്ന് എത്ര ഭാഗ്യമാണ് കിട്ടിയത്. ബാബാജി എന്നോട് പറഞ്ഞത് എൻ്റെ ബാങ്കിലോട്ട് ലക്ഷങ്ങൾ വരുമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ നേട്ടമാണ്. ഇന്നേ വരെ ഭീമൻ ഒരു പാഴ്വസ്തുവാണെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ വലിയൊരു സംഭവമാണെന്നൊരു തോന്നൽ എന്നിലുണ്ടായി. എന്തായാലും കുട്ടിയെ കൊണ്ടുവാക്കും, കുട്ടിക്ക് പോകുന്ന വഴിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അതിനെ അങ്ങ് കൊന്നേക്കെന്ന് പറയട്ടോ. പിന്നീടാണെങ്കിലോ ഭീമൻ ഇങ്ങനെ ആശ്വാസത്തിലിരിക്കുന്ന സമയത്ത് തൻ്റെ മുന്നിലോട്ട് കാണാം ഇങ്ങനെ മുകുന്ദൻ കുഞ്ഞിനെ എടുത്തു വരുന്ന കേട്ടോ. മുകുന്ദനെ കാണുന്നതിനോടുകൂടി ഭീമൻ ഇങ്ങനെ നോക്കാണ്. ഭീമൻ ഒരു പുല്ല് വിലയാണ്, ഒപ്പം ഗിരിയുണ്ട്. ഗിരിയേയും കണ്ട് ഭീമൻ ഒരു പുല്ല് വിലയാണ് കേട്ടോ. അങ്ങനെ ഭീമൻ എടാ നീ എനിക്ക് മുന്നിൽ വന്നത് നന്നായി, എന്തായാലും നിൻ്റെ ഭാര്യയും കുഞ്ഞും മരിച്ചിരിക്കുന്നു. അത് കേൾക്കുന്ന ഗിരി അയ്യോ എൻ്റെ ഭാര്യയും കുഞ്ഞും മരിച്ചോ? അതെ നിൻ്റെ ഭാര്യയും കുഞ്ഞും മരിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഗിരി പൊട്ടി പൊട്ടി കരയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ഭീമൻ ഡോക്ടറോട് പറയുന്നത് ഡോക്ടറെ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സത്യം പറയരുത്, മരുന്ന് വെച്ചിട്ടാണ് മഞ്ജുവിനെ കൊന്നതെന്ന സത്യം നിങ്ങൾ പുറത്ത് പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അവൾ ആക്സിഡൻറ്റിൽ മരിച്ചതാണെന്നുള്ള സത്യം പുറത്ത് പറയാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഭീമൻ പറയുന്നത് എൻ്റെ ഭാര്യയും കുഞ്ഞും മരിച്ചെന്ന്. അപ്പോൾ ഗിരി ഇങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പിന്നെ പൊട്ടിച്ചിരിയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഈ പൊട്ടിച്ചിരി കാണുമ്പോൾ ഉടൻ തന്നെ ഭീമനാണെങ്കിലോ ഇങ്ങനെ എന്താ ഇവനിങ്ങനെ ചിരിക്കുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ ഭീമൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ഇങ്ങനെ പിന്നീട് കാണിക്കുന്ന അനിത ഡോക്ടറെയാണ്. അനിത ഡോക്ടർ ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ മഞ്ജുവിനെ കുത്താൻ നോക്കുന്ന സമയത്തും അനിത ഡോക്ടർക്ക് അതിന് കഴിയില്ല. അങ്ങനെ ആ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് എറിയാണ് കേട്ടോ. ഇതേ സമയം മഹിമ അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ ഡോക്ടർക്ക് എന്താ വല്ലാത്തൊരു ടെൻഷൻ എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ ചേച്ചിയെ ചികിത്സിക്കാൻ എനിക്ക് കഴിയില്ല, വേറൊരു ഡോക്ടറെ ഞാൻ ചികിത്സിക്കാൻ വെച്ച് തരാമെന്ന് പറയുമ്പോൾ എന്താ ഡോക്ടറെ കൊണ്ട് കഴിയാത്തതാണ്? എന്നെക്കൊണ്ട് കഴിയാത്തതല്ലോ തൻ്റെ ഡോക്ടറെ എനിക്ക് ചികിത്സിക്കാൻ കഴിയില്ല, ഇപ്പം ഞാൻ വലിച്ചെറിഞ്ഞ എന്താണെന്നറിയോ വിഷമാണെന്ന് പറയട്ടെ. എന്താ ഡോക്ടറെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല എന്നിങ്ങനെ മഹിമ പറയുമ്പോൾ ഉടൻ തന്നെ ഭീമൻ ഭീഷണിപ്പെടുത്തി ആ സത്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് എൻ്റെ കുഞ്ഞിനെ അവൻ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് എന്നുള്ള ആ സത്യം വെളിപ്പെടുത്താണ്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കണം, അതുകൊണ്ട് തന്നെ എനിക്കൊരു മോളാണ്, എന്നാൽ ഈ പറയുന്ന മഞ്ജുവിനെയും കുഞ്ഞിനെയും കൊല്ലാനും എനിക്ക് കഴിയില്ല, ഞാനൊരു ഡോക്ടറാണ്, എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ പറയണേ ഡോക്ടറെ ഇതിൽ ഡോക്ടറെ രക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് ഗിരിയേട്ടനാണെന്ന് പറയണം കേട്ടോ. അത് കേൾക്കുന്ന ഡോക്ടർ പറയണേ എന്താ എനിക്ക് മനസ്സിലായില്ല, നീ എന്താ പറഞ്ഞത്? അതെ എൻ്റെ ചേച്ചിയെ കൊല്ലാൻ ആരാണ് ഈ ആക്കിയതെന്ന് എനിക്കറിയില്ല, പക്ഷേ ആരാണെങ്കിലും ഗിരിയേട്ടൻ വിചാരിച്ച തീർച്ചയായും ഡോക്ടർക്ക് ഒരു കുഴപ്പവും വരില്ല, ഡോക്ടറുടെ കുഞ്ഞിവിടെ എത്തുകയും അതുപോലെ തന്നെ എൻ്റെ ചേച്ചിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല, അതുകൊണ്ട് ഡോക്ടർ ഒന്ന് മനസ്സ് വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ എന്താ എന്ന് അങ്ങനെ ചോദിക്കുകയാണ്. ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗിരിയോട് ഡോക്ടർ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗിരി ഈ സത്യങ്ങളെല്ലാം ഇനി ഭീമന് മുന്നിൽ പറയുമ്പോൾ ഭീമൻ ഒരു ജന്മം തന്നെ എന്ന് എല്ലാവരും പറഞ്ഞത് അത് സത്യമാണെന്ന് ഭീമന് മനസ്സിലാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ കിടു തന്നെയാണ്. അപ്പോൾ കഥകൾ പറയുന്ന ആ ഒരു എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു എപ്പിസോഡിനായിട്ട് കാത്തിരുന്ന് കാണാം.